ഹലോ. ഇപ്പോൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഒരു ലീനിയർ എയർ ട്രാക്ക് അറേഞ്ച്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ എങ്ങനെ വെരിഫൈ ചെയ്യാൻ പറ്റുമെന്ന് അല്ലെങ്കിൽ വെരിഫൈ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം എങ്ങനെ സൃഷ്ടിക്കാൻ പറ്റുമെന്ന് നമ്മൾ കണ്ടു. ഇനി കോർഡിനേറ്റ് സിസ്റ്റങ്ങളുടെ ക്ലാസിഫിക്കേഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനേർഷ്യൽ കോർഡിനേറ്റ് സിസ്റ്റം എന്നും നോൺ ഇനേർഷ്യൽ കോർഡിനേറ്റ് സിസ്റ്റം എന്നും നമ്മൾ അവരെ വിളിച്ചിരുന്നു. ഒരു ഇനേർഷ്യൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമുക്കറിയാം ഒരു അൺഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ ആക്സലറേഷൻ 0 എന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റണം. എന്നാൽ ഒരു നോൺ ഇനേർഷ്യൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്നും ഒരു അൺഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ ആക്സലറേഷൻ മെഷർ ചെയ്താൽ നമുക്ക് നോൺ സീറോ എന്നുള്ള ഉത്തരമാണ് കിട്ടുക, വിച്ച് ഇസ് നോട്ട് ലോജിക്കലി ഓർ വിച്ച് ഇസ് നോട്ട് ഫോളോയിങ് ദ ന്യൂട്ടൺസ് ലോ പ്രഡിക്ഷൻസ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്കൊന്ന് ഇനി വരുന്ന ജസ്റ്റ് ഡിസ്കഷൻസിലൂടെ വ്യക്തമാക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ ഈ സെഷനിൽ നമ്മൾ ഒരു വസ്തുവിൻ്റെ ഇൻഹറൻറ്റ് പ്രോപ്പർട്ടിയായ മാസ് എന്നുള്ളതിനെ എങ്ങനെ എക്സ്പെരിമെൻ്റലി മനസ്സിലാക്കാം, ഒരു റൈഡർ എക്സ്പെരിമെൻറ്റിലൂടെ മാസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ അടുത്തറിയാൻ ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. സോ ജസ്റ്റ് നമുക്കിവിടെ നിങ്ങളുടെ സ്ക്രീനിൽ കാണാൻ പറ്റും. ദിസ് ഈസ് എ പാർട്ട് ഓഫ് ദ linear air track and you can see the rider. ഇവിടെ കാണിച്ചിരിക്കുന്നത് the mass of the rider, let us assume that the mass of the rider is m, okay, or let me say that this is first rider m1, let m1 be the mass of the rider, and I have connected, or somebody has connected a rubber band, okay, ഒരു റബ്ബർ ബാൻഡ് ഈ റൈഡറിന് മുകളിൽ കണക്ട് ചെയ്തു എന്ന് കരുതുക. ഈ റബ്ബർ ബാൻഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ റൈഡറിനെ ഈ ട്രാക്കിലൂടെ ഒരു ദിശയിലേക്ക് വലിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും റബ്ബർ ബാൻഡ് ആദ്യം സ്ലാക്കഡ് ആയിട്ടായിരിക്കും അയഞ്ഞിട്ടുണ്ടാവും. പിന്നെ നമ്മളതിനെ വലിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഈ റൈഡറിൻ്റെ മുകളിൽ ചെലുത്തുന്ന ഫോഴ്സിനനുസരിച്ച് ഈ റബ്ബർ ബാൻഡിന് ഒരു നിശ്ചിത ലെങ്ത് ഉണ്ടാവും, അല്ലേ? സോ ഇറ്റ് വിൽ ബി ഇൻ ദ സ്ട്രെച്ച്ഡ് പൊസിഷൻ വിത്ത് എ സർട്ടൺ ലെങ്ത്. ഞാൻ തൽക്കാലം ഫസ്റ്റ് കേസിൽ ലെങ്ത് ഓഫ് ദ റബ്ബർ ബാൻഡ് L1 ആണെന്ന് ഞാൻ കരുതുകയാണ്. L1 ലെങ്ത് റബ്ബർ ബാൻഡ് കിട്ടുന്ന പോലെയാണ് ലെങ്ത്, എന്നിട്ട് ആ ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് കരുതുക. സോ ദിസ് ഇസ് ആൻ എക്സ്പെരിമെൻറ്റ് ദാറ്റ് ക്യാൻ ബി ഡൺ. നിങ്ങൾ ഒരുപക്ഷെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ഇത്ര എക്സ്പീരിയൻസ് ചെയ്യുന്നവർ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ L1 ലെങ്ത്തിലേക്ക് റബ്ബർ ബാൻഡിനെ സ്ട്രെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ F എന്ന് പറഞ്ഞൊരു ഫോഴ്സ് നമുക്കിങ്ങനെ അസ്യൂം ചെയ്യാം. L1 ലെങ്ത് ഓഫ് ദ റബ്ബർ ബാൻഡ് കറസ്പോണ്ട്സ് ടു എ ഫോഴ്സ് ഓഫ് F ന്യൂട്ടൺ ഫോഴ്സ്. ഓക്കെ, ഫോഴ്സിൻ്റെ യൂണിറ്റ് ഒന്നും നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്ന് കരുതിക്കോളൂ. F എന്ന് പറഞ്ഞ ഒരു ഫോഴ്സാണ് L1 ലെങ്ത് ഓഫ് റബ്ബർ ബാൻഡ് M1ൻ്റെ മുകളിൽ ചെലുത്തുന്നതെന്ന് കരുതുക. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കുന്നുണ്ടാവും? ഈ M1 എന്ന് പറയുന്ന കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിതിനെ വലിക്കുകയാണ്. അപ്പം M1 എന്ന് പറയുന്ന റൈഡറിൻ്റെ വെലോസിറ്റി ക്രമാനുഗതമായിട്ട് വർദ്ധിക്കുന്നതായിട്ട് കാണാൻ പറ്റും. സോ ദ വെലോസിറ്റി ഓഫ് ദ റൈഡർ ഹാവിങ് മാസ് M1 വിൽ ബി ഇൻക്രീസിങ് കണ്ടിന്യൂസ്ലി, ഓക്കെ, അറ്റ് എ യൂണിഫോം റേറ്റ്. എന്തുകൊണ്ടാണ് യൂണിഫോം റേറ്റ് എന്ന് പറയാൻ കാരണം നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്താൽ കാണാൻ പറ്റും. കാരണം എന്താ, കോൺസ്റ്റൻറ്റ് ഫോഴ്സ് F ആണ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? നമ്മൾ ന്യൂട്ടൻ്റെ നിയമങ്ങൾ മനസ്സിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാവണം. ആ എക്സ്പെരിമെൻറ്റ്സ് നമ്മളിവിടെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ ഇത് നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും F ബലം ഉപയോഗിച്ചുകൊണ്ട് വസ്തുവിനെ കണ്ടിന്യൂസ് ആയിട്ട് മുൻപോട്ടേക്ക് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ വെലോസിറ്റി, റൈഡറിൻ്റെ വെലോസിറ്റി എന്ത് സംഭവിക്കുന്നുണ്ടാവും? കണ്ടിന്യൂസ് ആയിട്ട് കൂടിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും. Means there will be an acceleration for the rider. So if you can measure actually the acceleration of the rider. ഈ acceleration of the rider മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. നമ്മൾ സാധാരണ ഗതിയിൽ ഡിജിറ്റൽ സെൻസേഴ്സും അതുപോലെ ഡിജിറ്റൽ ക്ലോക്കും ഒക്കെ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഈ റൈഡർ കടന്നു പോകുമ്പോൾ എന്താണ് അതിൻ്റെ പൊസിഷൻ ഈ സെൻസർ ഡിറ്റക്ട് ചെയ്യുകയും അടുത്തൊരു ജംഗ്ഷൻ കടന്നു പോകുമ്പോൾ സെൻസർ അതിൻ്റെ പൊസിഷൻ ഡിറ്റക്ട് ചെയ്യുകയും ഈ രണ്ട് പൊസിഷൻസിനിടയ്ക്കുള്ള ടൈം ഇൻ്റർവെല് നമുക്ക് ആ ഡിജിറ്റൽ ലിങ്ക്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ ക്ലോക്കിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അതിൻ്റെ എന്ത് ചെയ്യാം, ഇതിൻ്റെ വെലോസിറ്റി, അതിൻ്റെ ആക്സലറേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ M1 എന്ന് പറയുന്നതിൽ F ഫോഴ്സ് ചെലുത്തിയപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് സ്കെമാറ്റിക് ആയിട്ട് വരയ്ക്കുകയാണ്. സി, സപ്പോസ് ദാറ്റ് ദിസ് ഈസ് മൈ റൈഡർ ഹാവിങ് മാസ് M1. ഇതിൻ്റെ മുകളിൽ F എന്ന് പറയുന്ന ഒരു ഫോഴ്സ് കൊടുത്തു. അപ്പോൾ നമുക്കറിയാം M1 ആക്സലറേറ്റ് ചെയ്യപ്പെടും, റൈറ്റ്? സോ ഇറ്റ് വിൽ ബി റിസൾട്ടിങ് ഇൻ ആൻ ആക്സലറേഷൻ A1. Okay, and by Newton's second law A1 should be equal to what? F divided by M1.
A1 ഈക്വൽ ടു എഫ് ബൈ M1. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, സെയിം സിമിലർ ടൈപ്പ് ഓഫ് സിറ്റുവേഷൻ മറ്റൊരു റൈഡർ ഉപയോഗിച്ചുകൊണ്ട് റിപ്പീറ്റ് ചെയ്തു എന്ന് കരുതുക. അതായത് ഐ എം യൂസിങ് അനദർ റൈഡർ ഓർ ഐ എം കീപ്പിംഗ് അനദർ സിമിലർ റൈഡർ ഓൺ ദ ഫസ്റ്റ് റൈഡർ. ഈ ഫസ്റ്റ് റൈഡറിൻ്റെ മുകളിൽ മറ്റൊരു റൈഡർ അതിന് മുകളിലേക്ക് വെച്ചു എന്ന് കരുതുക. അപ്പം M + M മാസ് 2M ആവും. Okay, right. So means if I am repeating the experiment by using another mass, റൈഡർ എന്ന് പറയുന്നത് നമുക്കൊരു ഒബ്ജക്റ്റ് ഓഫ് മാസ് എമ്മിനോട് തുല്യമാണ്. സോ M2 മാസ് ഉള്ള മറ്റൊരു റൈഡർ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുന്നു. എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഈ M2 മാസിൻ്റെ മുകളിലും M2 മാസുള്ള റൈഡറിൻ്റെ മുകളിലും ഞാൻ സെയിം റബ്ബർ ബാൻഡ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റിപ്ലിക്ക ഇതേപോലെയുള്ള ഇതേ ബിഹേവിയറുള്ള ഐഡൻറ്റിക്കലായ മറ്റൊരു റബ്ബർ ബാൻഡ് ഉപയോഗിക്കുന്നു. എന്നിട്ട് ആ റബ്ബർ ബാൻഡിന് നേരത്തെ നമുക്കറിയാമല്ലോ എന്താണ് L1 ലെങ്ത് വരെയാണ് നമ്മൾ റബ്ബർ ബാൻഡിനെ സ്ട്രെച്ച് ചെയ്തത്. അതേ L1 ലെങ്ത് റബ്ബർ ബാൻഡ് സ്ട്രെച്ച് ചെയ്യപ്പെടുന്നിടത്തോളം ഞാൻ എന്ത് ചെയ്യുന്നു, അതിനെ വലിക്കുന്നു. അതിൻ്റെ മീനിങ് എന്താണ്? the meaning is that I am exerting the same force F that I used to pull M1 to pull M2. M2നെ പുൾ ചെയ്യാനും ഞാൻ സെയിം ഫോഴ്സ് ആണ് ചെലുത്തുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ റബ്ബർ ബാൻഡിൻ്റെ ലെങ്ത്തുമായിട്ട്, നമ്മൾ ഫോഴ്സ് എന്നുള്ളൊരു ഐഡിയ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്ത് തുടങ്ങുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ റബ്ബർ ബാൻഡിൻ്റെ ലെങ്ത്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ എഫ് എന്ന് പറയുന്ന സെയിം ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്നു ഇറ്റ് വിൽ ബി പ്രൊഡ്യൂസിങ് അനദർ ആക്സലറേഷൻ ഓൺ ദ മാസ് M2. ഓക്കെ, whose value will be equal to the F divided by M2. Some property M2. We do not know what actually is the property M2. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്, സെയിം ഫോഴ്സ് നമ്മൾ കൊടുത്തു അല്ലേ, രണ്ട് വ്യത്യസ്ത വസ്തുക്കൾക്ക് നമ്മൾ സെയിം ഫോഴ്സ് കൊടുത്തപ്പോൾ ആ വസ്തുക്കൾക്കുണ്ടാവുന്ന ആക്സലറേഷൻസ് ഡിഫറെൻ്റ് ആണ് നമ്മൾ കണ്ടു. സോ ഐ റിപ്പീറ്റ് ഇറ്റ്, when we applied the same force on two objects, we found that they are having different accelerations. ഓക്കെ, അപ്പോൾ ഒരേ ഫോഴ്സ് രണ്ട് വ്യത്യസ്ത വസ്തുക്കളുടെ മുകളിൽ കൊടുത്തപ്പോൾ ആ വസ്തുക്കൾക്ക് രണ്ട് വ്യത്യസ്തമായ ആക്സലറേഷൻസ് ആണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ കണ്ടാൽ അതിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടി വരും. എന്താണ്? ഈ രണ്ട് വസ്തുക്കളെയും വ്യത്യസ്തരാക്കുന്ന എന്തോ ഒരു പ്രോപ്പർട്ടി ആ വസ്തുക്കൾക്കുണ്ട്. ആ പ്രോപ്പർട്ടിയെയാണ് എന്താണ് നമ്മൾ മാസ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സോ വി ക്യാൻ ജസ്റ്റ് ഇക്വേറ്റ് ദിസ് വൺ. സോ ഐ എം റൈറ്റിംഗ് ഇക്വേഷൻ നമ്പർ 1 ഹിയർ, ഇക്വേഷൻ നമ്പർ 2 ഹിയർ. ഓക്കെ, നമുക്കറിയാലോ എന്താണ്, രണ്ട് ഫോഴ്സുകളും തുല്യമായതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? സോ സിൻസ് ഫോഴ്സസ് ആർ ഈക്വൽ അല്ലേ, F ഈസ് ഈക്വൽ ടു F അല്ലേ, സോ ഫോഴ്സസ് ആർ ഈക്വൽ. സോ വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇറ്റ് മീൻസ് ദാറ്റ് M1 into A1 ഈസ് ഈക്വൽ ടു M2 into A2. സോ ദിസ് ഇസ് ഫ്രം എക്സ്പെരിമെൻറ്റ്സ്. Okay, M1 or I can say that M2 is equal to, or okay, let me write it here. See, or I can just use, okay, or I can conclude that this M2 is equal to M1 into A1 by A2. A1 by A2. So that is my conclusions. We say that this is equation number 3. So what we conclude is this one, the rubber band experiment can be used to define what is known as mass. Okay, മാസിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ എക്സ്പെരിമെൻറ്റ് ഉപയോഗിക്കാൻ പറ്റും. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ആക്സലറേഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് അല്ലേ, ഇക്വേഷൻ നമ്പർ 1 ലും 2 ലും 3 ലും ഒക്കെ നമുക്ക് വ്യക്തമാവുന്ന ഒരു കാര്യം ഇതാണ്. Acceleration of an object, I'm writing some short forms. Acceleration depends not only on force. Acceleration depends not only on force. ഇതാണ് ഒരു കൺക്ലൂഷൻ കിട്ടുക, ഓൺ ഫോഴ്സ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ് കേട്ടോ. ബിക്കോസ് somebody asks you what are the factor on which acceleration depends, we automatically say that it depends on what? The force. But the idea is that acceleration depends not only on force. അങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്താണ്, സെയിം ഫോഴ്സ് കൊടുത്തപ്പോൾ സെയിം ആക്സലറേഷൻ ആണ് കിട്ടേണ്ടിരുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൾസോ ഓൺ വാട്ട്? മാസ്. നോട്ട് ഓൺലി ഓൺ ഫോഴ്സ് ബട്ട് ഓൾസോ ഓൺ certain property. ഇവിടെയാണ് നമ്മൾ ആ പ്രോപ്പർട്ടി ആദ്യമായി ഡിഫൈൻ ചെയ്യുന്നത്. ഓൺ ദ മാസ്, certain property known as the mass of the object. Okay, mass of the body of the object. So this is നമുക്ക് അറിയുന്ന കാര്യമാണ്, പക്ഷെ നമ്മൾ ഇതിനെ ഒന്നും കൂടെ സ്ട്രെസ് ചെയ്യാണ്. സോ ആക്സലറേഷൻ ഡിപ്പെൻഡ്സ് നോട്ട് ഓൺലി ഓൺ ദ ഫോഴ്സ്
force here means external force, okay, but also on the mass. So മാസിന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. മാസ് ഈസ് ആൻ ഇൻഹെറന്റ് പ്രോപ്പർട്ടി. therefore എന്താണ് മാസ് എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. മാസ് ഈസ് ആൻ ഇൻഹെറന്റ് പ്രോപ്പർട്ടി. ന്യൂട്ടന്റെ നിയമം നമ്മളെ മാസ് എന്താണെന്ന് ഒരു ബോധ്യത്തിലേക്ക് എത്തിക്കും. മാസ് ഈസ് ആൻ ഇൻഹെറന്റ് പ്രോപ്പർട്ടി ഓഫ് എ ബോഡി. Inherent property of a body, okay, which decides the acceleration produced for a given force. The acceleration, I'm using short forms, acceleration produced for a given force. ഒരു നിശ്ചിത ഫോഴ്സ് ചെലുത്തുമ്പോൾ, ഒരു നിശ്ചിത ബലം ചെലുത്തുമ്പോൾ ഒരു വസ്തുവിന് എത്രത്തോളം ആക്സലറേഷൻ ഉണ്ടാവണമെന്ന് തീരുമാനിക്കുന്ന വസ്തുവിൻ്റെതായ പ്രോപ്പർട്ടിക്കാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മാസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഗീവ്സ് ഫോർ എ ഗിവൺ ഫോഴ്സ്, so that can be the definition. Okay, see, just ഇതിനെ മറ്റൊരു രീതിയിൽ പറയാറുണ്ട്, മാസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ മെഷർ ഓഫ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ബോഡീസ് ടു ചേഞ്ച് ഇറ്റ്സ് മോഷൻ, അല്ലേ? Okay, or that can be another definition. See, mass is defined as the measure of the resistance. So I can write mass is proportional to resistance. It's a measure of the resistance of the body to a change in motion, right? Resistance to change in motion. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നു വിളിക്കുന്നത്, ഇവിടെയാണ് നമ്മൾ ഇനേർഷ്യ ഓഫ് മോഷൻ എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ, അല്ലേ? സോ ഇനേർഷ്യൽ മാസ് എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ ഇവിടെയാണ് കൊണ്ടുവരുന്നത്. സോ വി ആർ സീൻ ദാറ്റ് ഗ്രേറ്റർ ദ മാസ് ഗ്രേറ്റർ വിൽ ബി ദ ഇനേർഷ്യ, അല്ലേ? ആ കോൺസെപ്റ്റ് ഒക്കെ ഈ ഒരു ഇതിനെ നമ്മൾ പറയുന്നതാണ് മാസിൻ്റെ ഓപ്പറേഷണൽ ഡെഫിനിഷൻ എന്നാണ് പറയട്ടോ. മാസിൻ്റെ ഓപ്പറേഷണൽ ഡെഫിനിഷൻ നമുക്കൊരു എക്സ്പെരിമെൻറ്റിൽ നിന്നും അല്ല ഒബ്സർവേഷനിൽ നിന്നൊക്കെ കിട്ടുന്ന ഡെഫിനിഷൻസിനെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഫിസിക്സിൽ ഓപ്പറേഷണൽ ഡെഫിനിഷൻ എന്ന് പറയുക. ഓക്കെ, so this is the operational definition of mass. It is a measure of the resistance to change in motion, right? So that's about the concept of mass. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒന്നുകൂടെ വ്യക്തമാക്കാൻ വേണ്ടി നമുക്ക് സെയിം എക്സ്പെരിമെൻറ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു തേർഡ് മാസിൽ നമ്മൾ M1 M2 എന്ന് പറഞ്ഞു, തേർഡ് മാസിൽ നമ്മൾ ഉപയോഗിച്ചു എന്ന് കരുതുക. തേർഡ് മാസിൽ ഉപയോഗിച്ചാൽ നമുക്ക് എന്താ കിട്ടുക, ഇറ്റ് വിൽ ബി പ്രൊഡ്യൂസിങ് A3 will be equal to same force F divided by M3. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ നമ്പർ 3 എഴുതിയതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻ നമ്പർ ഫോർ തേർഡ് മാസ് ഫോർ മാസ് M3, ഓക്കെ, ആക്റ്റഡ് അപ്പോൺ ബൈ ദ സെയിം ഫോഴ്സ് F ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എഴുതാൻ പറ്റുന്ന റിസൾട്ട് ഇതാണ്, M3 ഈക്വൽ ടു, അല്ലേ? നമുക്കിങ്ങനെ എഴുതാൻ വേണമെങ്കിൽ M3 ഈസ് ഈക്വൽ ടു, ഇതിലൊന്നും പുതിയ കാര്യമൊന്നുമില്ല, M1 ഇൻറ്റു A1 ഡിവൈഡഡ് ബൈ A3 എന്ന് എഴുതാൻ പറ്റില്ലേ, സെയിം മാനർ. അതുപോലെ നമുക്ക് M4 ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും, മറ്റൊരു മാസം ഒന്ന് എഴുതുക. ഇറ്റ് വിൽ ബി അഗെയിൻ റിലേറ്റഡ് ടു വാട്ട്, M1 ഇൻറ്റു A1 ഡിവൈഡഡ് ബൈ A4, വ്യത്യസ്ത ആക്സലറേഷൻ ഉണ്ടാക്കുക. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ്. ഇനി മാസ് എന്താണ് നമ്മൾ ഡിഫൈൻ ചെയ്തു, ഇറ്റ്സ് എ പ്രോപ്പർട്ടി, ഇൻഹെറന്റ് പ്രോപ്പർട്ടി ഓഫ് ദ ബോഡി വിച്ച് ഡിസൈഡ്സ് ദ ആക്സലറേഷൻ പ്രൊഡ്യൂസ്ഡ് ഓൺ എ ഗിവൺ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മാസിന് നമ്മൾ ചില യൂണിറ്റുകൾ കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, കിലോഗ്രാം, അല്ലേ, എന്നുള്ള യൂണിറ്റൊക്കെ നമ്മൾ SI യൂണിറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ the actual mass value, it depends on the choice of the unit. പക്ഷേ എപ്പോഴും നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാൻ പറ്റും, എന്താണ്, 2 bodies will have a unique mass ratio. ഇപ്പോൾ 2 വസ്തുക്കൾ നമ്മുടെ കയ്യിലുണ്ടെന്ന് കരുതുക, ഓക്കെ, AB എന്ന് പറഞ്ഞ 2 വസ്തുക്കൾ നമുക്കുണ്ടെന്ന് കരുതുക. A എന്ന് പറഞ്ഞൊരു വസ്തുവുണ്ട്, B എന്ന് പറഞ്ഞ മറ്റൊരു വസ്തുവുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റിനനുസരിച്ച്, മാസിൻ്റെ യൂണിറ്റിനനുസരിച്ച് നമ്മൾ എന്താണ്, മേ ബി ഗ്രാം ആണോ, കിലോഗ്രാം ആണോ, ഇനി പൗണ്ട് ആണോ, ഓക്കെ, പല യൂണിറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ യൂണിറ്റുകൾക്കനുസരിച്ച് മാസിൻ്റെ വാല്യൂവിൽ വ്യത്യാസം ഉണ്ടാവാം. ഓക്കെ, MAയും MBയുടെയൊക്കെ ന്യൂമറിക്കൽ വാല്യൂവിൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ ഏത് യൂണിറ്റ് ഉപയോഗിച്ചാലും ദ റേഷ്യോ ഓഫ് MA to MB, ഏതൊരു യൂണിറ്റ് ഉപയോഗിച്ചാലും ദ റേഷ്യോ ഓഫ് MA to NB വിൽ ബി ഓൾവേസ് വാട്ട്, എ യുണീക്ക് വൺ, or it will be always a constant. So the actual mass value depends on the choice of the unit, but 2 bodies will always have a unique mass ratio. The unique mass ratio will be maintained, okay, and that actually is the concept of mass.
So okay, I think the just linear track air track experiment will be able to give you an operational definition of mass, and okay, it will help us to understand that the acceleration produced is depending not only on the force but also on the inherent property known as mass of the substance, okay, or mass of the object. Now the same manner you can use the linear air track experiment to just clarify our concept of force. ഫോഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് രണ്ടും റിലേറ്റഡ് ആണ്. അപ്പോൾ ഫോഴ്സ് ഉള്ള കോൺസെപ്റ്റ് ക്ലാരിഫൈ ചെയ്യാൻ നമുക്ക് സെയിം ലീനിയർ എയർ ട്രാക്ക് എക്സ്പെരിമെൻറ്റ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. ഫോഴ്സിൻ്റെ കോൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, സപ്പോസ് ദാറ്റ് ഐ എം ഡൂയിങ് ദ റൈഡർ, ഓക്കെ, ഐ എം യൂസിങ് ദ റൈഡർ ഹിയർ. സോ ദിസ് ഈസ് മൈ റൈഡർ. മാസ് എം റൈഡറിൻ്റെ മുകളിൽ നമ്മൾ റബ്ബർ ബാൻഡ് സ്ട്രെച്ച് ചെയ്യുന്നു. ഓക്കെ, സാധാരണ ഇങ്ങനെയാണ് എക്സ്പെരിമെൻറ്റ് ചെയ്യാറുള്ളത്. ഞാൻ എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നതേ ഉള്ളൂ. റബ്ബർ ബാൻഡ് സ്ട്രെച്ച് ചെയ്യുന്നു. സോ നിശ്ചിത L1 ലെങ്ത് സ്ട്രെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ F ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിനോട് തുല്യമാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ആക്സലറേഷൻ ഉണ്ടാക്കുന്നു. ഇതാണ് ഒരു സാഹചര്യം. നമുക്ക് ഫോഴ്സ് എന്താണെന്നാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇനി എന്ത് ചെയ്യുന്നു വെച്ചാൽ, സെയിം മാസ് ഉള്ള റൈഡറിൻ്റെ മുകളിൽ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള രണ്ട് റബ്ബർ ബാൻഡുകൾ കണക്ട് ചെയ്തിട്ട് ഒരേ സമയം, രണ്ടും L1 കേട്ടോ, L1 ലെങ്ത്തിലേക്ക് സ്ട്രെച്ച് ചെയ്യപ്പെട്ടു, ഒരേ സമയം നമ്മൾ എന്ത് ചെയ്യും, ഒരേ ദിശയിലേക്ക് വലിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വി ആർ ആക്ച്വലി അപ്ലൈയിങ് ഡബിൾ ദ ഫോഴ്സ്. ദാറ്റ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ്. അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും ഈ സാഹചര്യത്തിൽ it will be producing, the object will be having an acceleration 2a, double the acceleration that is produced by the first method. നമ്മളിവിടെ ഫോഴ്സ് എന്നുള്ള വാക്കൊക്കെ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്ന് കരുതിക്കൊണ്ടാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലെങ്ത് ഓഫ് ദ റബ്ബർ ബാൻഡിൻ്റെ ടേംസിൽ കാര്യങ്ങൾ പറയുന്നത്. ഇനി മൂന്നാമതൊരു സാഹചര്യം കൂടെ നമ്മൾ ശ്രമിച്ചു നോക്കുകയാണ്. എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെ സെയിം റൈഡർ ചെയ്യാം. നിങ്ങൾ നോക്കണം, ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ എന്താണ്, മാസ് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചു. നമ്മൾ നേരത്തെ മാസിനെ പറ്റിയുടെ കോൺസെപ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഫോഴ്സ് സെയിം ആക്കി വെച്ചിട്ട് വ്യത്യസ്ത മാസുകൾ വെച്ചിട്ട് കാര്യങ്ങൾ എക്സ്പെരിമെൻറ്റ് ഡിസൈൻ ചെയ്തു. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിസൈനിങ് ഓഫ് ദ എക്സ്പെരിമെൻറ്റ് ദാറ്റ് വിച്ച് കോൺസെപ്റ്റ് ക്യാൻ ബി മെയ്ഡ് ക്ലിയർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇന്നത്തെ മൂന്നാമതൊരു എക്സ്പെരിമെൻറ്റ് കൂടെ നമ്മൾ ചെയ്യുകയാണ്. ഒരു റബ്ബർ ബാൻഡ് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, L1 ലെങ്ത് സ്ട്രെച്ച് ചെയ്തിട്ട് ഒരു ദിശയിലേക്ക് വലിക്കുന്നു. ഇനി ഫോഴ്സ് ഇസ് എ പുഷ് ഓർ പുൾ എന്നുള്ള ഡെഫിനിഷൻ ഒന്നും നമ്മളിവിടെ ഉപയോഗിക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് നമ്മൾ റബ്ബർ ബാൻഡ് വെച്ച് വലിക്കുന്നു എന്നേ പറയുന്നുള്ളൂ. ഫോഴ്സ് എന്നുള്ള ഒരു ഐഡിയ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. മറ്റൊരു ഐഡൻറ്റിക്കലായ റബ്ബർ ബാൻഡ് ഉപയോഗിച്ചുകൊണ്ട് L1 ലെങ്ത് തന്നെ സ്ട്രെച്ച് ചെയ്യപ്പെടുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഈ വസ്തുവിനെ വലിക്കുന്നു. അപ്പം നമുക്കറിയാം, നമുക്ക് ഫോഴ്സ് ഒക്കെ വളരെ ചിരപരിചിതമാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് എന്താ ഈ പുതുമയെന്നൊക്കെ ചിന്തിച്ചേക്കാം. ബട്ട് യു ഹാവ് ടു തിങ്ക് ആസ് ഇഫ് യു ആർ ബിലോങ് ടു സം ഓൾഡ് ജനറേഷൻ. ഓക്കെ, വളരെ ഒരു ചരിത്രാതീത കാലത്ത് ഫോഴ്സിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാളെ പോലെ, എന്താണ്, ഇതൊന്നും അറിയാത്ത ഒരാളെ പോലെ നമ്മൾ നടിച്ചുകൊണ്ട് ഈ എക്സ്പെരിമെൻറ്റ് നോക്കിയാൽ ഇതിൽ എന്തെങ്കിലും പുതുമ കാണാനുള്ളൂ. ഓക്കെ, ദാറ്റ് വി ആർ ട്രൈങ് ടു ഡു. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് ഈ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നില്ല, സി ദ ആക്സലറേഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് വിൽ ബി ഈക്വൽ ടു 0. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ആക്സലറേഷൻ ഓഫ് ദറ്റ് 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഇത് തുടക്കത്തിൽ റെസ്റ്റിലായിരുന്നുവെങ്കിൽ, വലിക്കുന്ന സമയത്ത് ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഇത് റെസ്റ്റിലായിരുന്നുവെങ്കിൽ അത് റെസ്റ്റിലായിരിക്കും. ഇനി നിങ്ങൾക്കറിയാം, ഇഫ് ഇറ്റ് വെർ മൂവിങ് വിത്ത് സം വെലോസിറ്റി, ദെൻ ഇറ്റ് വിൽ കണ്ടിന്യൂ ടു മൂവ് വിത്ത് ദ സെയിം വെലോസിറ്റി. അതാണ് അതിൻ്റെ അർത്ഥം, ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ആക്ച്വലി ദ തേർഡ് ഫസ്റ്റ്, ദിസ് ഈസ് ദ ഫസ്റ്റ് സിറ്റുവേഷൻ, ദിസ് ഇസ് ദ സെക്കൻഡ് സിറ്റുവേഷൻ ആൻഡ് ദിസ് ഈസ് ദ തേർഡ് സിറ്റുവേഷൻ. ഈ തേർഡ് സിറ്റുവേഷൻ ആണ് ശരിക്കും നമ്മൾ ഈ പറയുന്ന ടഗ് ഓഫ് വാർ കോമ്പറ്റീഷനൊക്കെ അല്ലേ, ഒരേ ഓക്കെ എഫ് എന്ന് പറയുന്ന തുല്യ ബലത്തിലുള്ള രണ്ട് ടീമുകൾ വലിക്കുമ്പോൾ ടഗ് ഓഫ് വാർ ഉണ്ട്. നമുക്കറിയാം, റെഡ് റിബൺ എന്ന് പറയുന്നത് അവിടെ തന്നെ സ്ഥിരമായി നിൽക്കുന്നു എന്നൊക്കെ പറയുന്നത്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് ദ ടഗ് ഓഫ് വാർ കോമ്പറ്റീഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാവുന്നത് ആക്സലറേഷൻ അല്ലേ, ഇതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. തിരിച്ച് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുക, ആക്സലറേഷൻ പ്രൊഡ്യൂസ്ഡ് ഓൺ എ ബോഡി ഓഫ് മാസ് എം ഡിപ്പെൻഡ്സ് നോട്ട് ഓൺലി ഓൺ ദ മാസ് ബട്ട് ഓൾസോ ഓൺ ദ ഫോഴ്സ്. നമ്മൾ കണ്ടു ഇവിടെ അല്ലേ. ഓക്കെ, കണ്ടോ, ആക്സലറേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ ഫോഴ്സ്. ഇനി മാത്രമല്ല, നിങ്ങൾ നോക്കുക, ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. സെക്കൻഡ് കേസും തേർഡ് കേസും നോക്കുക. സെക്കൻഡ് കേസിലും തേർഡ് കേസിലും നമ്മൾ 2 റബ്ബർ ബാൻഡാണ് ഉപയോഗിച്ചത് അല്ലേ. പക്ഷേ 2 റബ്ബർ ബാൻഡും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വലിച്ചത് ഓപ്പോസിറ്റ് ദിശയിലാണ്. അപ്പോൾ അതിൻ്റെ ഉണ്ടാകുന്ന റിസൾട്ടൻ്റ് ആക്സലറേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഡിഫറെൻ്റ് ആണ് നമ്മൾ കണ്ടു. ഇതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുക എന്താണ്, നമ്മൾ ഡിഫൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി, the quantity that we are trying to define is actually a vector. Force is a vector എന്നുള്ള ഒരു ആശയം രൂപപ്പെടുന്നത്
ഈ ഒരു എക്സ്പെരിമെൻറ്റിലാണ് അല്ലേ. ഒരേ മാസമുള്ള വസ്തുവിൻ്റെ മുകളിൽ തന്നെ വലിവുകൾ അല്ലെ ഒരേ മാഗ്നിറ്റ്യൂഡുള്ള രണ്ട് ഫോഴ്സുകൾ വ്യത്യസ്ത രീതിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അവയുണ്ടാക്കുന്ന ആക്സലറേഷൻസ് വ്യത്യസ്തമാണെന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്നാണ് ഫോഴ്സ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് എന്നുള്ള ഒരു ആശയം രൂപപ്പെടുന്നത്. ഇനി മറ്റൊരു ആശയം കൂടി ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ട്, ഫോഴ്സിനെ പറ്റിയുള്ള ഒരു ആശയം കിട്ടുന്നുണ്ട്. എന്താണ്? സി ദ ആക്സലറേഷൻ ഓക്കെ, കൈനമാറ്റിക്സിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ആക്സലറേഷൻ ഈസ് എ വെക്റ്റർ അല്ലേ. ആക്സലറേഷൻ ഒരു വെക്റ്റർ ആണെന്ന് കാണുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന രണ്ടാമത്തെ ഒരു ആശയം, ഒന്നാമത്തെ ആശയം പറഞ്ഞാൽ ഫോഴ്സ് ഒരു വെക്റ്റർ ആണെന്ന് നമ്മൾ കണ്ടു. രണ്ടാമതുള്ള ആശയം കിട്ടുന്നത് ആക്സലറേഷൻ്റെ നെറ്റ് ആക്സലറേഷൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആക്സലറേഷൻ എ നെറ്റ് ഈസ് പാരലൽ ടു എഫ് നെറ്റ്. ഞാൻ എഫ് നെറ്റ് എന്ന് വിളിക്കണം. എന്താണ്? നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ്. എപ്പോഴും നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സും ആക്സലറേഷനും എന്തായിരിക്കും? പാരലൽ ആയിരിക്കും എന്നുള്ള ഒരു ഐഡിയ. ഇത് നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം ഏത് ദിശയിലാണോ നെറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ആ ദിശയിലാണ് ആക്സലറേഷനും സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ സാധാരണ എന്ത് ചെയ്യുന്നത്? ദ റിസൾട്ടൻ്റ് ആക്സലറേഷൻ വിൽ ബി ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് നെറ്റ് അപ്ലൈഡ് ഫോഴ്സ് എന്ന് നമ്മൾ ന്യൂട്ടോണിയൻ നിയമത്തിൽ കൺക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. സോ ദാറ്റ്സ് ദ തിങ്. സോ ഇനി യൂണിറ്റ് ഓഫ് ഫോഴ്സ്, ഡിഫൈനിങ് ദ യൂണിറ്റ് ഓഫ് ഫോഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. യൂണിറ്റ് ഫോഴ്സ് നമുക്ക് ഡിഫൈൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിൽ നമുക്ക് പറയാൻ പറ്റും എന്താണ്? F = ma എന്നുള്ള ഒരു ഇക്വേഷനിലാണ് നമ്മളിപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇറ്റ് ഈസ് ദാറ്റ് ഫോഴ്സ് വിച്ച് പ്രൊവൈഡ്സ് യൂണിറ്റ് ഓർ വിച്ച് പ്രൊഡ്യൂസസ് യൂണിറ്റ് ആക്സലറേഷൻ ഓൺ എ ബോഡി ഓഫ് യൂണിറ്റ് മാസ് അല്ലേ. അങ്ങനെയല്ല നമ്മൾ പറയുക. എന്താണ്? യൂണിറ്റ് മാസ് ഉള്ള, അപ്പോൾ മാസ് 1 യൂണിറ്റ് എന്ന് നമ്മൾ പറയുന്നുള്ളൂ. ആ യൂണിറ്റ് എന്തും ആവാം, ഗ്രാം ആവാം, കിലോഗ്രാം ആവാം, ദാറ്റ് ഡിപ്പെൻസ്. യൂണിറ്റ് മാസ് ഉള്ള ഒരു വസ്തുവിൽ യൂണിറ്റ് ആക്സലറേഷൻ, അത് m/s² ആവാം, cm/s² ആവാം, എന്തും ആവാം. യൂണിറ്റ് ആക്സലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ ഫോഴ്സിനെയാണ് നമ്മൾ വിളിക്കുന്നത് യൂണിറ്റ് ഫോഴ്സ് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ പല സിസ്റ്റത്തിലും ഫോഴ്സിൻ്റെ പല യൂണിറ്റുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഡൈൻ എന്നും ന്യൂട്ടൺ എന്നും ഒക്കെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. സോ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ സിസ്റ്റം ദാറ്റ് വി ആർ യൂസിങ് ടു ഡിഫൈൻ മാസ് ആൻഡ് ആക്സലറേഷൻ, വെദർ ഇറ്റ് ഈസ് CGS സിസ്റ്റം ഓർ ഇറ്റ് ഈസ് MKS സിസ്റ്റം ഓർ SI സിസ്റ്റം, ഡിപ്പെൻഡിങ് ഓൺ that you can define a proper unit of force. Okay, so that is the idea that we can conclude. ഇനി നമ്മൾ ഈ ഒരു ജസ്റ്റ് ടോപ്പിക് ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ പറയാം. മൂന്നാമതൊരു ആശയം കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ ആശയം ഇതാണ്: ദ ഫോഴ്സ് ഒബേ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. നമ്മൾ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതെല്ലാം, നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു, റിവൈസ് ചെയ്യാൻ വേണ്ടി. ഫോഴ്സ് ഒബേസ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. നിങ്ങൾ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ പല സാഹചര്യങ്ങളിൽ പല ടോപ്പിക്കുകളിൽ പഠിച്ചിട്ടുള്ള വേവ്സിൻ്റെ ഇൻ്റർഫിയറൻസ് ഒക്കെ പഠിക്കുമ്പോഴൊക്കെ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. ഫോഴ്സും ഫീൽഡിൻ്റെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട്. ഫോഴ്സ് ഒബേസ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പം ഇതിനെ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. സപ്പോസ് ദാറ്റ് യു ഹാവ് ഗോട്ട് ആൻ ഒബ്ജക്റ്റ് അല്ലേ. യു ഹാവ് ഗോട്ട് ആൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് EM, എ ബോഡി ഓഫ് മാസ് EM. ഈ ഒബ്ജക്റ്റ് ഓഫ് മാസ് എമ്മിൻ്റെ മുകളിൽ സപ്പോസ് ദാറ്റ് ദർ ആർ സെവറൽ ഫോഴ്സസ് ആക്ടിങ് ഓൺ ഇറ്റ്. ഓക്കെ, F1 എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ഐ എം കോളിംഗ് ദ F1 ഫോഴ്സ്. വെക്ടറാണ് നമുക്കറിയാം. തീർച്ചയായിട്ടും ഈ F1 ഫോഴ്സ് എന്തുണ്ടാവും? ഇതിന് മുകളിൽ ഇതിനൊരു A1 ആക്സലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. F1 ഫോഴ്സ് മാത്രമാണ് ആക്ട് ചെയ്തിരുന്നെങ്കിൽ, ഇഫ് F1 alone acted, it would have produced an acceleration A1 whose direction will be parallel to F1. അതുകൊണ്ടാണ് ഞാൻ F1ൻ്റെ അതേ ദിശയിൽ A1 വരയ്ക്കാനുള്ള കാരണം. കറക്റ്റാണെന്ന് കരുതുന്നു. ഇനി നോക്കുക, സപ്പോസ് ദാറ്റ് ദർ ഈസ് എ ഫോഴ്സ് F2. അപ്പോൾ F2 എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ഇതിന് മുകളിൽ ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ടെന്ന് കരുതുക. അതിന് വ്യത്യസ്ത മാഗ്നിറ്റ്യൂഡ് ആവാം, വ്യത്യസ്ത ഡയറക്ഷൻ ആവാം. ഞാൻ ഇതിനെ F2 എന്ന് വിളിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും ഞാൻ അതിൻ്റെ ലെങ്ത്ത് അല്ലേ, വെക്ടറിൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടുതൽ വരച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം വെക്ടറിൻ്റെ ലെങ്ത്ത് കൂടുതൽ വരയ്ക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഈസ് മോർ. അപ്പോൾ തീർച്ചയായിട്ടും ഈ F2 ഈ ബോഡിയുടെ മുകളിൽ എന്ത് ചെയ്യുന്നുണ്ടാവും? A2 എന്ന് പറഞ്ഞ ഒരു ആക്സലറേഷൻ ഉണ്ടാക്കാൻ പ്രാപ്തമാണ്. അപ്പോൾ നമ്മൾ F2ൻ്റെ ഇഫക്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ F1 ആബ്സെൻ്റ് ആണെന്ന് കരുതണം. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഇറ്റ് ഈസ് എബിൾ ടു പ്രൊഡ്യൂസ് അനദർ ആക്സലറേഷൻ A2 ഓഫ് ഇറ്റ്സ് ഓൺ. നിങ്ങൾ കാണുന്നുണ്ടാവും ഞാൻ A1-നേക്കാളും നീളം കൂടിയിട്ടാണ് A2 എന്ന് പറയുന്ന വെക്ടർ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാം, വെക്ടർ ഡയഗ്രാംസിൻ്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലോർക്കണം. ദ ലെങ്ത് ഓഫ് ദ വെക്ടർ ഡിനോട്ട്സ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്ടർ ക്വാണ്ടിറ്റി ഇംപ്ലൈഡ്. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ റീപ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ,
നല്ല പുസ്തകങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പുസ്തകങ്ങൾ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നിങ്ങൾ ആ ഡയഗ്രാം ഒന്ന് പ്രത്യേകം ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, ഇനി മൂന്നാമതൊരു ഫോഴ്സും കൂടെ ആക്ട് ചെയ്യുന്നു എന്ന് കരുതുക. എത്ര വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം. ഓക്കെ, സോ ലെറ്റ് മീ സേ ദാറ്റ് ദെയർ ഈസ് അനദർ ഫോഴ്സ് F3 ആക്ടിങ് അലോങ് സം അതർ ഡയറക്ഷൻ. ഓക്കെ, F3 ആണെങ്കിൽ തീർച്ചയായിട്ടും ഇറ്റ് വിൽ ബി പ്രൊഡ്യൂസിങ് ആൻ ആക്സലറേഷൻ അലോങ് F3. കാണാൻ പറ്റുന്നുണ്ട്. സേ ഐ ഹാവ് ജസ്റ്റ് represented A3 of lesser magnitude because F3 is lesser because it is produced on the same mass. ഇങ്ങനെയുള്ള ആശയം ഉണ്ടാവണം. ചെറിയ ഫോഴ്സ് ഒരു മാസിന് മുകളിൽ ചെറിയ ആക്സലറേഷൻ ഉണ്ടാക്കുകയും വലിയ ഫോഴ്സ് അതേ വസ്തുവിന് മുകളിൽ വലിയ ആക്സലറേഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ന്യൂട്ടൻ്റെ F=ma അന്തസത്ത. അതൊരു മാത്രമല്ല ഡയറക്ഷനും. ഇനി നമുക്ക് എന്ത് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് സെവറൽ വെക്ടേഴ്സ് ആർ ആക്ടിങ് ഓൺ ദ പോയിന്റ് സൈമൾട്ടേനിയസ്ലി. ഒരേ സമയം ഈ ഫോഴ്സുകളൊക്കെ ഒരുമിച്ച് ഒരു വസ്തുവിന് മുകളിൽ ആക്ട് ചെയ്യുന്നു എന്ന് കരുതുക. അവിടെയാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഉപയോഗിക്കേണ്ടി വരിക. സോ ദ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഈസ് യൂസ്ഫുൾ in those situations where a number of forces are acting on an object simultaneously. ഇപ്പോൾ simultaneous ആയിട്ട് ഒരേ സമയം അല്ലേ, simultaneous ആയിട്ട് ഒന്നിലധികം ഫോഴ്സുകൾ ഒരു സിസ്റ്റത്തിന് മുകളിൽ ആക്ട് ചെയ്യുകയും അപ്പോൾ ആ വസ്തുവിനുണ്ടാകുന്ന ആക്സലറേഷൻ എന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഓഫ് ഫോഴ്സ് ഉപയോഗിക്കുക. ഓക്കെ, ഇപ്പോൾ സൈമൾട്ടേനിറ്റിക്ക് അതിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് കരുതുക. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ജസ്റ്റ് യൂസ് യുവർ ബേസിക് ഐഡിയ ടോട്ടൽ ഫോഴ്സ് അല്ലേ. വളരെ എളുപ്പമുള്ള കാര്യമാണ്, ഒന്നുമില്ല, ഇത് പുതുമയൊന്നുമില്ല. ടോട്ടൽ ഫോഴ്സ് ഓൺ ദ മാസ് EM, ടോട്ടൽ ഫോഴ്സ് ഓൺ EM. നമുക്കതിനെ എഫ് നെറ്റ് എന്ന് വിളിച്ചൂടെ? എഫ് നെറ്റ് ഞാൻ അതിനെ വെക്ടോറിയലായിട്ട് തന്നെ എഴുതുകയാണ് കേട്ടോ. എഫ് നെറ്റ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്കറിയാം വെക്ടേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് വെക്ടർ സം ആണ്. സോ ഞാൻ എൻ്റെ വെക്ടർ സം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം എന്ത് ചെയ്യുന്നു? സമ്മേഷൻ സിമ്പിൾ ഉപയോഗിക്കുകയാണ്. സിഗ്മ അല്ലേ, ക്യാപിറ്റൽ ലെറ്റർ സിഗ്മ ഉപയോഗിക്കുകയാണ്. ഇറ്റ് ഡിനോട്ട് സമ്മേഷൻ, ഇൻഡിവിജ്വൽ ഫോഴ്സ് ആണ്. എന്നിട്ട് എന്ത് ചെയ്യാതെ F1 + F2 + F3 എന്നുള്ളതിന് വരുന്നതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? Fi സമ്മേഷൻ Fi എന്ന് പറയും. വേർ I will run from 1 to say n ഫോഴ്സ് ഉണ്ടെങ്കിൽ 1 to n. So this is nothing but F1 + F2 + F3 like that, vector sum. So the resultant force or the net force acting on the mass M will be given by sum over Fi. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ Fi എന്നുള്ളതിനെ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഉപയോഗിച്ചിട്ട് മാറ്റി എഴുതിക്കൂടെ? എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? ഇറ്റ് ഈസ് ഈക്വൽ ടു സം ഓവർ സമ്മേഷൻ Fi will be equal to മാസ് M ആണ് അല്ലേ. ഒരേ വസ്തുവല്ലേ ഉള്ളൂ, ഒറ്റ മാസേ ഉള്ളൂ. M into AI എന്ന് എഴുതിക്കൂടെ നമുക്ക് അല്ലേ? കാരണം F1 will be producing A1. So I can write F1 is equal to M into A1. F1 is equal to M into A1. ഇതാണ് നമ്മൾ എഴുതുക അല്ലേ. F2 is equal to സിമ്പിൾ ആണ്, ഞാൻ ജസ്റ്റ് വളരെ വിശദമായിട്ട് പറയുന്നേ ഉള്ളൂ. ഈ കാര്യങ്ങളൊക്കെ വളരെ ട്രിവിയലാണ്, പക്ഷേ അതിനൊന്ന് M into A2 ആൻഡ് സോ ഓൺ. അപ്പോൾ നമുക്ക് എഴുതാം M into AI. ഇനി നമുക്കറിയാമല്ലോ M ഒരു സ്കെയിലർ ആണല്ലോ. M is a scalar. ഓക്കെ, അപ്പം എമ്മിനെ ഞാൻ എന്ത് ചെയ്യുന്നു? സമ്മേഷനിൽ നിന്നും പുറത്തേക്ക് എടുത്തു. ഓക്കെ, സോ M into summation over AI, വെക്ടർ AI. കറക്റ്റ്. ഇനി നോക്കണം, ഇവിടെ സമ്മേഷൻ ഓവർ AI എന്ന് പറഞ്ഞാൽ എന്താണ്? വെക്ടർ സം ഓഫ് ആക്സലറേഷൻസ്. വെക്ടർ സം ഓഫ് ആക്സലറേഷൻസ് എന്നുള്ളത് നമുക്ക് എന്ത് വിളിക്കാം? റിസൾട്ടന്റ് ആക്സലറേഷൻ ഓഫ് ദ ബോഡി എന്ന് വിളിച്ചൂടെ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു M ഇൻറ്റു റിസൾട്ടന്റ് ആക്സലറേഷൻ ഞാൻ നെറ്റ് ആക്സലറേഷൻ എന്നാണ് വിളിക്കാറുള്ളത്. അപ്പം നെറ്റ് ആക്സലറേഷൻ A നെറ്റ്. അപ്പോൾ നമുക്ക് അവസാനം കിട്ടുന്ന ഇക്വേഷൻ നോക്കിക്കോളൂ. എന്താണ്? ദാറ്റ് ഈസ് F നെറ്റ് വെക്ടർ ഈസ് ഈക്വൽ ടു എന്താണ്? മാസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇൻറ്റു നെറ്റ് ആക്സലറേഷൻ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് എന്താണ്? ദ ഫോഴ്സ് ഒബേസ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. സോ ദ റിസൾട്ടന്റ് ഓഫ് a number of forces acting on a mass simultaneously will be to produce what? A net acceleration, which is nothing but the resultant of all the individual acceleration acting on the body. Okay, where A net is equal to A1 is not, that is understood I think. So A net, where A net is equal to, I can write it here somewhere, A net is equal to A1 plus A2 plus ഇങ്ങനെ എഴുതുമ്പോൾ നമുക്കറിയാമല്ലോ ഇത് വെക്ടർ സം ആണെന്ന് നമുക്കറിയാം. A3 plus etc. അല്ലേ. ഇനി നമുക്കിത് വേണമെങ്കിൽ നിങ്ങൾക്കറിയാം ഡയഗ്രമാറ്റിക്കലി ഇത്തരമൊരു ഇത് ചെയ്യാമല്ലോ. എങ്ങനെ നമ്മൾ ഇതിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് വെക്ടേഴ്സിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കുക. നിങ്ങൾ 3 നിയമങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ നിയമങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുന്നതല്ലേ? എന്താണ്? ഒന്ന് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷൻ ഉപയോഗിക്കാം അല്ലേ. ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷൻ ജോമെട്രിക്കലി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലേ. ജോമെട്രിക്കൽ അഡിഷൻ ഓഫ് വെക്ടേഴ്സിനാണ് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷൻ ഉപയോഗിക്കാം. അല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ ഉപയോഗിക്കാം അല്ലേ.
പാരലോഗ്രാം ലോ ഉപയോഗിക്കാം, or you can even use the polygon law. It's nothing but an extension, that's all. Okay, polygon law is nothing but an extension of the triangle law. ആക്ച്വലി ഇത് ഒരേ നിയമം വ്യത്യസ്ത രീതിയിൽ നമ്മൾ അവതരിപ്പിക്കുന്നേ ഉള്ളൂ അല്ലേ. ട്രയാങ്കിൾ ലോ തന്നെയാണ് പാരലോഗ്രാം ലോയും, വെക്ടേഴ്സിനൊക്കെ പാരലായിട്ട് ഷിഫ്റ്റ് ചെയ്താൽ മതി, പോളിഗൺ ലോ. അപ്പം ഇതിൽ ഏതെങ്കിലും ഒരു നിയമം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആദ്യം വേണമെങ്കിൽ F1-ൻ്റെയും F2-ൻ്റെയും റിസൾട്ടൻ്റ് ആദ്യം കണ്ടുപിടിക്കാം, അതിനുശേഷം ആ റിസൾട്ടൻറ്റുമായിട്ട് F3 ആഡ് ചെയ്യാം, ആൻഡ് യു ക്യാൻ ജസ്റ്റ് ഡു ഇറ്റ് സീക്വൻഷ്യലി ഓൾസോ. ഓക്കെ, അപ്പം ജോമെട്രിക്കലി ചെയ്യാനുള്ള വഴിയാണിവ. അപ്പോൾ അതാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷനെ പറ്റി പറയുന്നത്. സോ ദിസ് വി വർ ഡിസ്കസിങ് അബൌട്ട് ദ കോൺസെപ്റ്റ് ഓഫ് ഫോഴ്സ്. ഓക്കെ, കോൺസെപ്റ്റ് ഓഫ് ഫോഴ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ലീനിയർ എയർ ട്രാക്ക് അറേഞ്ച്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബിഫോർ വി വൈൻഡ് അപ്പ് ദ സെഷൻ ഒരു കാര്യം ഓർക്കുക, നമുക്ക് എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നോട്ട്. ഓക്കെ, സോ ദിസ് ഈസ് എ തിങ് ടു ബി കെപ്റ്റ് ഇൻ യുവർ മൈൻഡ്. എപ്പോഴും ഫോഴ്സസ് അറൈസ് ചെയ്യുന്നത് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ സിസ്റ്റംസ് കൊണ്ടാണ്. ഫോഴ്സസ് arise due to interaction. നമ്മൾ ആ ഒരു വാക്കാണ് ഉപയോഗിക്കുക, വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കേണ്ട ഒരു വാക്കാണ്. ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ സിസ്റ്റം തമ്മിലുള്ള ഇൻട്രാക്ഷനിലൂടെയാണ് ഫോഴ്സസ് അറൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സിസ്റ്റംസ് തമ്മിലുള്ള ഇൻട്രാക്ഷനെയാണ് ഫോഴ്സസ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, രണ്ട് അല്ലേ, നമുക്കറിയാം, നമ്മൾ പറയുന്നുണ്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ അല്ലേ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്, നമ്മൾ കണ്ടു. ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ചാർജുള്ള പാർട്ടിക്കിൾ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ കുളം ഫോഴ്സ് ഉണ്ടെന്ന് കണ്ടു, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ടെന്ന് കണ്ടു. ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ മാസ്സുള്ള ഒരു വസ്തു ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടെന്ന് കണ്ടു. അതിൻ്റെ അർത്ഥം എന്താണ്, ഈ വസ്തുക്കളൊക്കെ തന്നെ അവയുടേതായ ചില പ്രത്യേക സ്വഭാവ സവിശേഷതകൾ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫീൽഡുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ട് നമ്മൾ പറയുന്നത് എന്താണ്, ഒരു വസ്തുവിൻ്റെ മുകളിൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇഫക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ആ വസ്തുവിന് മാസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ടാവണം. ഓക്കെ, ഒരു വസ്തുവിൻ്റെ മുകളിൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിന് ഇഫക്റ്റ് ഉണ്ടാവണമെങ്കിൽ ആ വസ്തുവിന് ചാർജ് എന്ന് പറയുന്ന ഒരു ഇൻഹറന്റ് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. ഇനി ഒരു വസ്തുവിൻ്റെ മുകളിൽ മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം, ആ വസ്തുവിൻ്റെ മുകളിൽ ആ വസ്തുവിന് ചാർജ് ഉണ്ടായാൽ മാത്രം പോരാ, നമ്മൾ കണ്ടു എന്താണ്, ആ ചാർജ് മൂവ് ചെയ്യപ്പെടണം. ഓക്കെ അല്ലേ, മൂവിങ് ചാർജസ് പ്രൊഡ്യൂസസ് മാഗ്നറ്റിസം എന്നും തിരിച്ചുമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, മാഗ്നറ്റിക് ഫോഴ്സ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആയിക്കൊള്ളട്ടെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിക്കൊള്ളട്ടെ, അവയൊക്കെ എന്താണ് സിസ്റ്റങ്ങൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ്റെ ഫലമായിട്ടാണ് ഉണ്ടാവുന്നത്. ഒരു സിസ്റ്റം ഒരു ഫീൽഡുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് ഫോഴ്സസ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, സോ ആൻഡ് ഫോഴ്സസ് അറൈസ് ഡ്യൂ ടു ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് ഇറ്റ് റിസൾട്ട്സ് ഇൻ വാട്ട്, ആക്സലറേഷൻ അല്ലേ. സോ ഇറ്റ് റിസൾട്ട്സ് ഇൻ ആക്സലറേഷൻ. നമ്മുടെ കൺക്ലൂഷൻസ് ആണ് കേട്ടോ, നമ്മുടെ തിരിച്ചറിവുകൾ. ദീസ് ആർ വാട്ട് ഈസ് നോൺ ആസ് ദ ടേക്ക് ഹോം. നമ്മൾ എന്താണ് അല്ലേ പോയിട്ട് വരുമ്പം വീട്ടിലോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് പറയുന്ന പോലെ ടേക്ക് ഹോം ഫ്രം ദ സെഷൻസ്. സോ ഇറ്റ് റിസൾട്ട്സ് ഇൻ വാട്ട്, ആക്സലറേഷൻ അല്ലേ. ഇനി നമ്മൾ പറഞ്ഞ ഒരു കാര്യം എന്താണ്, ആക്സലറേഷൻ ഡിപ്പെൻഡ്സ് ഓൺ അനദർ ഇൻഹറന്റ് പ്രോപ്പർട്ടി ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്, മാസ്. ഇറ്റ് നോട്ട് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ദ ഫോഴ്സ് ബട്ട് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദ മാസ്. ഓക്കെ, ഇനി അതായത് ഇഫ് വി ഐസൊലേറ്റ് എ ബോഡി ഫ്രം എക്സ്റ്റേണൽ സറൗണ്ടിങ്, നമുക്കൊരു വസ്തുവിനെ അല്ലെ ഒരു സിസ്റ്റത്തിനെ എക്സ്റ്റേണൽ സറൗണ്ടിങ്ങിൽ നിന്നും കംപ്ലീറ്റ്ലി ഐസൊലേറ്റ് ചെയ്യാൻ, ഒറ്റപ്പെടുത്താൻ കഴിയുകയാണെങ്കിൽ then the body will move uniformly in an inertial system. ഒരു കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ബോഡി ഇനേർഷ്യൽ സിസ്റ്റത്തിൽ യൂണിഫോം മോഷന് വിധേയമാവും. എന്ന് പറഞ്ഞാൽ വെലോസിറ്റി വിൽ ബി കോൺസ്റ്റന്റ്. വെലോസിറ്റി കോൺസ്റ്റന്റ് രണ്ട് വഴികളുണ്ടെന്ന് നിങ്ങൾക്ക് എപ്പോഴും ഓർത്തണം. സീറോ, വെലോസിറ്റി സീറോ ആണെങ്കിൽ സീറോ തന്നെയായിരിക്കും, അതാണ്. റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിലായിരിക്കും. ഇനി അത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതേ വെലോസിറ്റി മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഏത് സിസ്റ്റത്തിലാണ്, ഐസൊലേറ്റഡ് സിസ്റ്റംസ് ആണ്. അപ്പോൾ നമുക്ക് ചോദ്യം ഉണ്ടാവാം, നമുക്ക് സിസ്റ്റത്തിനെ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഐസൊലേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മളിപ്പോൾ കണ്ടത് അല്ലേ. എന്താണ്, നിയർ ഐസൊലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഈ ഒരു സിസ്റ്റവും അതിൻ്റെ സറൗണ്ടിങ്ങുമായിട്ടുള്ള ഇൻട്രാക്ഷൻസിനുള്ള സാധ്യതകളൊക്കെ നിങ്ങൾ കട്ട് ഓഫ് ചെയ്താൽ മതി. സോ ബൈ എലിമിനേറ്റിംഗ് ഓർ റിമൂവിങ് ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ സിസ്റ്റം വിത്ത് ദ സറൗണ്ടിങ് or the agency of force, you can create isolated systems. Okay, തിയററ്റിക്കൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ റേഞ്ചുള്ള രണ്ട് ഫോഴ്സുകൾ ഏതാണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സും അതുപോലെ എന്താണ് കുളംബിക് ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഒക്കെയാണ് റേഞ്ച് ഉള്ളത്. ഇവർ രണ്ടും 1/r² ടേംസിൽ ഡൈ ഓഫ് ചെയ്യുന്നത് അല്ലേ.
1/r² ആണ്. ഇത് ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിനോടനുസരിച്ചാണ് ഈ ഫോഴ്സ് കുറഞ്ഞു വരിക. അതുകൊണ്ടാണ് ഇതിൻ്റെ റേഞ്ച് നമ്മൾ രണ്ട് റേഞ്ചും ഇൻഫിനിറ്റി ആണെന്ന് പറയാറുണ്ട് അല്ലേ? ഇസ് നോട്ട് ഓക്കെ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം വളരെ ദൂരത്തിലെത്തുമ്പോൾ അല്ലേ, അതാണ് നമ്മൾ ഇൻഫിനിറ്റി എന്നൊക്കെ വിളിക്കുന്നത്. വളരെ ദൂരത്തിൽ ഈ ഫോഴ്സിൻ്റെ, ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെ അല്ലെങ്കിൽ എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ ഒക്കെ ഇൻഫ്ലുവൻസ് നെഗ്ലിജിബിൾ ആയിട്ട് എടുക്കാം. സിസ്റ്റത്തിന് ഐസൊലേറ്റഡ് ആയിട്ട് കരുതാൻ പറ്റും. ഒന്ന് ഓക്കെ. സോ ഇഫ് r ടെൻഡ്സ് ടു ഇൻഫിനിറ്റി വി ക്യാൻ സേ ദാറ്റ് ഓൾമോസ്റ്റ് Fg ഈസ് 0. അപ്പോൾ സിസ്റ്റത്തിന് നമുക്ക് ഗ്രാവിറ്റേഷനിൽ ഐസൊലേറ്റഡ് എന്ന് വേണമെങ്കിൽ വിളിക്കാൻ പറ്റും. ഓക്കെ, ഒന്ന്. രണ്ടാമത് ഫോഴ്സ് ബിറ്റ്വീൻ, നിങ്ങൾ ആറ്റംസ് ഒക്കെ പഠിക്കും. ഫോഴ്സ് ബിറ്റ്വീൻ ആറ്റംസ്, വാണ്ടർ വാൾസ് ഫോഴ്സിനെ പറ്റിയൊക്കെ പഠിക്കുമ്പോൾ ഫോഴ്സ് ബിറ്റ്വീൻ ആറ്റംസ് എന്ന് പറയുന്നത് ഇതിലും വളരെ വീക്കാണ്. സോ അതിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് 1/r⁷ ആണ്. ഓൾമോസ്റ്റ് r⁷ ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഒന്ന് 1/r² വേരിയേഷൻ എന്ന് പറഞ്ഞാൽ പതുക്കെയാണ് കമ്പാരിറ്റീവ്ലി. 1/r എന്ന് പറഞ്ഞാൽ പതുക്കെയാണ്. 1/r² എന്ന് പറഞ്ഞാൽ അതിലും വേഗം കുറയുന്നു. 1/r⁷ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ പെട്ടെന്ന് ഈ ഫോഴ്സ് കുറയുന്നു എന്നുള്ളതാണ്. അധികം ദൂരം എത്തുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നു? ഫോഴ്സ് ഡൈ ഓഫ് ചെയ്യുന്നു. അപ്പം പെട്ടെന്ന് ഐസൊലേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അതാണ് നമ്മൾ എന്താണ് ഷോർട്ട് റേഞ്ച് ഫോഴ്സ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നതാണ്. ഈ പവർ കൂടുന്തോറും എന്താണ് അതിൻ്റെ എന്താണ് പെട്ടെന്ന് അത് കുറഞ്ഞു മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ. നിങ്ങൾ ഈ ഭാഗം ഒന്ന് വായിക്കൂടെ ചെയ്യുക. പുതിയതായിട്ട് ജോയിൻ ചെയ്ത കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ് നമ്മളുടെ മെക്കാനിക്സ് 1 സിലബസിലുള്ളത്. പുസ്തകം നിങ്ങൾക്കായിട്ട് അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ കഴിയുന്നത്ര ആൾക്കാർ ആ പേജുകളെങ്കിലും ഒന്ന് മിനിമം വായിക്കണം. സോ ദാറ്റ് യു ആർ ഫെമിലിയർ വിത്ത് ദ ലാംഗ്വേജ് ഓഫ് ക്ലെപ്നർ ആൻഡ് കൊളങ്കോഫ്. ഓക്കെ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. നിങ്ങളതിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ യു വിൽ ലവ് റീഡിങ് ദ ടെക്സ്റ്റ് ബുക്ക്. അതർവൈസ് യു വിൽ ബി ഓൾവേസ് കീപ്പിംഗ് എ ഡിസ്റ്റൻസ്. ഓക്കെ, സോ ഐ എം ട്രൈങ് ടു മേക്ക് യു ഫെമിലിയർ വിത്ത് വാട്ട് ആക്ച്വലി ദ ഓതേഴ്സ് ആർ ട്രൈങ് ടു മേക്ക് ക്ലിയർ. ഓക്കെ, അവരെന്താണ് ഇത്രത്തോളം വിശദമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ മനസ്സിലാവും. കാരണം ഇത്തരത്തിലുള്ള ഡീറ്റെയിൽഡ് ഡിസ്കഷൻസിലൂടെയാണ് നമ്മൾ ഈ ടോപ്പിക്കിനെ കൂടുതൽ അടുത്തറിയുക. സോ ഐ ഹോപ്പ് ദാറ്റ് വി ആർ ഓൾ എലോങ്. ഓക്കെ, so vaikya once again I just advise you to read on, keep on reading, and we will discuss further things in the next video. And I just conclude by asking you a question that is food for your thought. This is work until we meet next time. Can you measure the mass of a mountain? ഒരു പർവ്വതത്തിൻ്റെ മാസ് നമുക്ക് പ്രാക്ടിക്കലി മെഷർ ചെയ്യാൻ പറ്റുമോ? So this is food for thought. Okay, food for thought എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഒരു ക്ലാസ് കഴിയുമ്പോൾ എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ആണ്, നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടോപ്പിക്ക് തരുന്നത്. ക്യാൻ യു മെഷർ ദ മാസ് ഓഫ് എ മൗണ്ടെയിൻ? ക്യാൻ യു സജസ്റ്റ് സം പ്രാക്ടിക്കൽ മെത്തേഡ്സ്? ഓക്കെ, ഒരു മൗണ്ടെയിൻ്റെ മാസ് മെഷർ ചെയ്യണം. ഓക്കെ, അടുത്തുള്ള ഈസ് ഇറ്റ് പ്രാക്ടിക്കലി പോസിബിൾ? you can always think of first. നിങ്ങൾ ആദ്യം ഒന്ന് ചിന്തിച്ച് നോക്കുക, എന്തെങ്കിലും വഴിയിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിച്ച് നോക്കുക. ഇനി നിങ്ങൾക്ക് മനസ്സിൽ ചില ആശയങ്ങൾ തോന്നിയേക്കാം, നിങ്ങൾ വായിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിക്കുക. ടെക്സ്റ്റ് ബുക്ക് ചില ഹിൻറ്റുകൾ നിങ്ങൾക്ക് തരും. ഇനി ഇതും പോരാത്തതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ I am giving a reference here. It's good that you refer to this particular experiment in the Google. Okay, നെറ്റിൽ ഇതൊന്ന് സെർച്ച് ചെയ്യുക. The Schehallien experiment. It's a very interesting experiment that was performed way back towards the end of 18th century by people like Benjamin Franklin. Okay, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനെ പോലെയുള്ള വ്യക്തികൾ ന്യൂട്ടോണിയൻ നിയമങ്ങളുടെ ഒരു വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്തൊരു എക്സ്പെരിമെൻ്റ് ആണ്. ഒരു ഗവൺമെൻറ് മുഴുവൻ ആകാംക്ഷയോടെ അതിന് മുഴുവൻ സപ്പോർട്ടും കൊടുത്തിരുന്നു എന്നാണ് ലിറ്ററേച്ചറിൽ വായിക്കാൻ പറ്റുക. ജസ്റ്റ് റീഡ് ദിസ് വൺ. ഓക്കെ, UK നടന്ന സ്കോട്ട്ലൻഡിലാണെന്ന് എൻ്റെ ഈ മെമ്മറീസ് കറക്റ്റ്, സ്കോട്ട്ലൻഡിൽ നടന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണിത്. ഇറ്റ്സ് ഗുഡ് ദാറ്റ് യു റീഡ് ഇറ്റ് ആൻഡ് ഇറ്റ് വിൽ ടേക്ക് യു ക്ലോസ് ടു ദ കോൺസെപ്റ്റ് ദാറ്റ് വി ആർ ഡിസ്കസിങ്. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റൊക്കെ എങ്ങനെ ഇത്രത്തോളം വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് എത്തിയെന്നും അതിൻ്റെ പുറകിലുണ്ടായിരുന്ന എഫേർട്ടുകളും ഒക്കെ മനസ്സിലാക്കാൻ ഇത്തരത്തിലുള്ള ചരിത്രപരമായ എക്സ്പെരിമെൻറ്റ്സ് സഹായിക്കും. സോ എനിവേ, I will just I leave you with this question. Can you measure the mass of a mountain practically? If yes, how? Okay, I will get answer from each of one of you in the next session if it is interactive. Thank you.